RCCയിൽ എത്തിക്കഴിഞ്ഞാൽ പേഷ്യന്റും അതുപോലെ തന്നെ കൂടെയുള്ള ഒരു ബൈസ്റ്റാൻഡർക്കും മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഹോസ്പിറ്റൽ സന്ദർശിക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഫുൾ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ മുമ്പുള്ള റിപ്പോർട്ട്സുകളും കയ്യിൽ കരുതേണ്ടതാണ്. കൂടെയുള്ള മറ്റു പേർക്ക് ഹോസ്പിറ്റലിന്റെ ഇടതുവശത്ത് ഇരിക്കാനുള്ള വെയിറ്റിംഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ബാത്റൂം, ഫ്രഷപ്പ് അതിനുള്ള സൗകര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളവർക്ക് അവിടെ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാവുന്നതാണ്. ദൂരെ പ്രദേശമുള്ളവർക്ക് റെയിൽവേ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്ത് നിന്നുള്ള വെരിഫിക്കേഷൻ പേപ്പർ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ഫ്രീയും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർക്ക് യാത്ര പകുതി ചാർജിൽ മാത്രമേ ഈടാക്കുകയുള്ളൂ. അതുപോലെ തന്നെ RCCയിൽ നിന്റെ അകത്ത് നിന്ന് ഇലക്ട്രിക് ബസ് അവൈലബിൾ ആണ്. നമ്മൾ തമ്പാനൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഇലക്ട്രിക് ബസ് അവൈലബിൾ ആണ്. പുറത്ത് പല സഹകരണ സംഘടനകളുടെ സൗജന്യ ഭക്ഷണ സൗകര്യം ലഭ്യമാണ്. ഹോസ്പിറ്റലിന്റെ പരിസര പ്രദേശങ്ങളിൽ പല സഹകരണ സംഘടനകളുടെ സൗജന്യമായും ചെറിയ ചാർജോട് കൂടിയും താമസിക്കാനും സൗജന്യ ഭക്ഷണവും ലഭിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ DM ചെയ്യാവുന്നതാണ്.